എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ചെറുവത്തൂരിന് സമീപത്തുള്ള വയൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു ഇടമാണ്. വൈകുന്നേരങ്ങളിൽ ഒക്കെ ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒരു നമുക്കെന്താ പറയുക, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവർക്കിവിടെ വന്നിട്ട് വളരെ സമാധാനത്തിൽ കുറച്ച് നേരം നല്ല അന്തരീക്ഷത്തിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് വളരെ ശാന്തമായ ഒരു പ്രദേശമാണിത്. എല്ലാവർക്കും തന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് വിശ്രമിക്കാനൊക്കെ ഇതൊരു മാതൃകാപരമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ധാരാളം കാണും. അത് കണ്ടെത്തി ഇത്തരം പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മികച്ച ആസൂത്രണം വഴി ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങളും അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലങ്ങളും അതുപോലെ ഇപ്പോൾ ഈ വയൽപ്പാടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തൊട്ടപ്പുറത്തുള്ള സ്ഥലം പോലെ തന്നെ ആയിരിക്കും നേരത്തെ ഇത് കിടന്നിരുന്നത്. പോള മൂടി അല്ലെങ്കിൽ പുല്ല് ഇത് ചെയ്ത്. അപ്പോൾ ഇത്രയും സ്ഥലം ഇത്ര നന്നാക്കി ചെയ്യാമെങ്കിൽ ഇത് അങ്ങേയറ്റം വരെ നീക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വൈകുന്നേരങ്ങളിലാണ് ഇതിനിവിടെ ആൾക്കാർ കൂടുതലാണ്. ഞാനിത് ഉച്ചയായപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ചില കടകളും റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സും അതുമൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, ചായ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നാട്ടുകാർ. ഈ വയലിൽ ഇപ്പോൾ ഇനി ലോകകപ്പ് ജ്വരമായല്ലോ, അപ്പോൾ ലോകകപ്പിൻ്റെ ഫ്ലെക്സുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ നെൽപ്പാട ശേഖരം, അതിൻ്റെ ഒത്ത നടുവിലാണ് ഈ വയൽക്കാറ്റ്. കണ്ണെത്താ ദൂരത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള വിശ്രമ ഇടനാഴികൾ ഒരുക്കുന്നത് ടൂറിസം വകുപ്പ് ശ്രദ്ധിച്ചാൽ വളരെയേറെ നല്ലതായിരിക്കും. അതുവഴി ഒട്ടനവധി ആൾക്കാർക്ക് ഒരു ബിസിനസ് സാധ്യതകളും തുറന്നു കിട്ടും. ഇതേപോലെ ഒരു ബെഞ്ചും ഒരു ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതുണ്ട് ഈ തോടിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇത്രയും വരെ ഈ സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കിടക്കുക, പുല്ലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ ആയിട്ട് കാട് പിടിച്ചൊക്കെ കിടക്കുക. പക്ഷേ അതിനെയാണ് ഇത്രയും സ്ഥലത്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി വിഭാവനം ചെയ്തപ്പോൾ ഇത് ഇത്രയും ഭംഗിയായി എന്നുള്ളതാണ്. ഏതാണ്ടൊരു 200 മീറ്റർ 300 മീറ്റർ ദൂരത്തോളം മാത്രമേ ഈ ഒരു സംവിധാനങ്ങൾ ഇണക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നെൽകൃഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ തണ്ണീർമുക്കം നിന്ന് കിഴക്കോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കല്ലറ വഴിയുള്ള റൂട്ടുകളിൽ ഈ രണ്ട് സൈഡിലും ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടൻ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ലതായിട്ട് വൈകുന്നേരം സമയം ചിലവഴിക്കുവാനും ഒക്കെ ആയിട്ട് ഒരു നല്ല ഏരിയ ആയിരിക്കും. കണ്ടോ, നല്ല തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണ്. അവിടെയായിട്ടൊരു ദേവീക്ഷേത്രം കൂടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ചെറുവത്തൂരിന് സമീപത്തുള്ള വയൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു ഇടമാണ്. വൈകുന്നേരങ്ങളിൽ ഒക്കെ ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒരു നമുക്കെന്താ പറയുക, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവർക്കിവിടെ വന്നിട്ട് വളരെ സമാധാനത്തിൽ കുറച്ച് നേരം നല്ല അന്തരീക്ഷത്തിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് വളരെ ശാന്തമായ ഒരു പ്രദേശമാണിത്. എല്ലാവർക്കും തന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് വിശ്രമിക്കാനൊക്കെ ഇതൊരു മാതൃകാപരമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ധാരാളം കാണും. അത് കണ്ടെത്തി ഇത്തരം പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മികച്ച ആസൂത്രണം വഴി
ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങളും അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലങ്ങളും അതുപോലെ ഇപ്പോൾ ഈ വയൽപ്പാടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തൊട്ടപ്പുറത്തുള്ള സ്ഥലം പോലെ തന്നെ ആയിരിക്കും നേരത്തെ ഇത് കിടന്നിരുന്നത്. പോള മൂടി അല്ലെങ്കിൽ പുല്ല് ഇത് ചെയ്ത്. അപ്പോൾ ഇത്രയും സ്ഥലം ഇത്ര നന്നാക്കി ചെയ്യാമെങ്കിൽ ഇത് അങ്ങേ അറ്റം വരെ നീക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വൈകുന്നേരങ്ങളിലായിരുന്നു ഇതിനിവിടെ ആൾക്കാർ കൂടുതലാണ്. ഞാനിത് ഉച്ചയായപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ചില കടകളും റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സും അതുമൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, ചായ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നാട്ടുകാർ. ഈ വയലിൽ ഇപ്പോൾ ഇനി ലോകകപ്പ് ജ്വരമായല്ലോ, അപ്പോൾ ലോകകപ്പിൻ്റെ ഫ്ലെക്സുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ നെൽപ്പാട ശേഖരം, അതിൻ്റെ ഒത്ത നടുവിലാണ് ഈ വയൽക്കാറ്റ്. കണ്ണത്താ ദൂരത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള വിശ്രമ ഇടനാഴികൾ ഒരുക്കുന്നത് ടൂറിസം വകുപ്പ് ശ്രദ്ധിച്ചാൽ വളരെയേറെ നല്ലതായിരിക്കും. അതുവഴി ഒട്ടനവധി ആൾക്കാർക്ക് ഒരു ബിസിനസ് സാധ്യതകളും തുറന്നു കിട്ടും. ഇതേപോലെ ഒരു ബെഞ്ചും ഒരു ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതുണ്ട് ഈ തോടിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇത്രയും വരെ ഈ സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കിടക്കുക, പുല്ലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ ആയിട്ട് കാട് പിടിച്ചൊക്കെ കിടക്കുക. പക്ഷേ അതിനെയാണ് ഇത്രയും സ്ഥലത്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി വിഭാവനം ചെയ്തപ്പോൾ ഇത് ഇത്രയും ഭംഗിയായി എന്നുള്ളതാണ്. ഏതാണ്ടൊരു 200 മീറ്റർ 300 മീറ്റർ ദൂരത്തോളം മാത്രമേ ഈ ഒരു സംവിധാനങ്ങൾ ഇണക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നെൽകൃഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ തണ്ണീർമുക്കം നിന്ന് കിഴക്കോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കല്ലറ വഴിയുള്ള റൂട്ടുകളിൽ ഈ 2 സൈഡിലും ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടൻ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ലതായിട്ട് വൈകുന്നേരം സമയം ചെലവഴിക്കുവാനും ഒക്കെ ആയിട്ട് ഒരു നല്ല ഏരിയ ആയിരിക്കും. കണ്ടോ, നല്ല തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണ്. അവിടെയായിട്ടൊരു ദേവീക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വൈകുന്നേരം ഒരു കാലിച്ചായ കുടിച്ചുകൊണ്ട് ഈ വയൽക്കാറ്റ് ഏറ്റുകൊണ്ട് പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വയൽക്കാറ്റ് ഏറ്റുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയ കടികളൊക്കെ കഴിച്ച് ഒക്കെ വിശ്രമിച്ച് പോകാൻ പറ്റിയൊരിടമാണ് കേട്ടോ. അപ്പോൾ മാനസിക സംഘർഷങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു അവധിയൊക്കെ കൊടുത്ത് നമുക്ക് ഒരു റിഫ്രഷ് മൂഡിൽ പോകാം തിരിച്ച്. അപ്പോൾ ഈ വയൽക്കാറ്റ് എപ്പോഴെങ്കിലും സഞ്ചരിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അഡ്രസ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എല്ലാവർക്കും നന്ദി.